ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. മെട്രിക്സസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു സ്ക്വയർ മെട്രിക്സ് എന്തെന്നാണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/n ആണ്. 2/n എന്നാണ് നമ്മൾ ഇതിനെ റീഡ് ചെയ്യുന്നത്. അതായത് ഈ കാണുന്നത് ഇത് റോസും ഇത് കോളംസും ആണ്. അപ്പോൾ റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. ഇതിപ്പോൾ എത്ര റോസ് ഉണ്ട്? ഇത് 1, ഇത് 2. 2 റോസ് ഉണ്ട്. ഇനി കോളം നോക്കുകയാണെങ്കിൽ ഇത് 1, ഇത് 2. 2 കോളം ഉണ്ട്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. ഇനി നമ്മൾ ഒരു ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ DETA എന്ന് നമുക്ക് ഡിറ്റർമിനന്റിനെ റെപ്രസെന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു മോഡുലസിന്റെ സൈൻ ഇടുന്നത് പോലെ ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. പക്ഷേ മോഡുലസ് ഇടുന്നതുകൊണ്ട് സൈൻസിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1 നോക്കാം. ഇത് നോക്കിക്കേ, ഡിറ്റർമിനേഷൻ ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1 ആണ് നോക്കുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് AIJ ഓഫ് ഓർഡർ 1 × 1, അതായത് 1/1. നമുക്ക് ഇപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട്. ഈ ഒരു മെട്രിക്സിൽ ആകെ ഒറ്റൊരു എലമെന്റേ ഉള്ളൂ. ഈ മെട്രിക്സിൽ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളവും 1 തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്താണ്? 1/1. അതായത് ഒരേ ഒരു ഓർഡറേ ഉള്ളൂ ഇതിന്. അതായത് ഒരേ ഒരു ഓർഡർ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കാനായിട്ട് അതിലുള്ള ആ എലമെന്റ് ഏതാണോ അത് തന്നെയാണ് ഡിറ്റർമിനന്റ്. ഓർഡർ 1 ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ നോക്കാം. ഇത് ഒരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. -2 എന്ന് പറയുന്നത്. ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എടുത്താൽ ഈ -2 അങ്ങനെ തന്നെ എടുത്ത് എഴുതുന്നതാണ് ഡിറ്റർമിനന്റ് ഇൻ ദി കേസ് ഓഫ് ഓർഡർ 1. അടുത്തതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഓർഡർ 2 വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു മെട്രിക്സ് നോക്കിക്കേ. ഇതിൽ 4 എലമെന്റ്സ് ആണുള്ളത്. ഇതിൽ എത്ര റോ ഉണ്ട്? 1, 2. 2 റോ ഉണ്ട്. ബൈ എത്ര കോളംസ് ഉണ്ട്? 1, 2. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഇതിൽ 4 എലമെന്റ്സ് ആണുള്ളത്. ഇപ്പോൾ നമുക്കൊരു മെട്രിക്സിൽ ഓർഡർ 2 വരുന്ന രീതിയിൽ എലമെന്റ്സ് വന്നെന്ന് കരുതുക. ഇപ്പോൾ 2 റോയും ഉണ്ട്, 2 കോളവും ഉണ്ട്. നിങ്ങളത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് 2 റോയും 2 കോളവും ആണ് കാണുന്നതെങ്കിൽ നമുക്കിതിന്റെ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഇപ്പോൾ ഇതിന് നമ്മൾ A11നെ A22 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, A12നെ A21 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ A11 × A22 മൈനസ് ഈ മൈനസ് മാറിപ്പോരുത്, A12 × A21. ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 കിട്ടും. എങ്ങനെയാണ്? ഇപ്പം നമുക്ക് 4 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ A11നെ A22 വെച്ച് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിനെ മൈനസ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിനെ മൈനസ് ചെയ്താൽ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 കിട്ടും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാണ്. അതായത് A എന്ന് പറയുന്ന ഒരു മെട്രിക്സിൽ 1, 3, 2, 4 ഇതാണ് അതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ഓർഡർ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഓർഡർ എത്രയാണ്? 2 റോയും ഉണ്ട്, 2 കോളവും ഉണ്ട്. 2/2 ആണ് ഓർഡർ. അപ്പം നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 മൈനസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിലിടാം, സൈന് മാറിപ്പോണ്ടിരിക്കാനായിട്ട്.
ഇനി 2 ഇൻറ്റു 3 ഇതാണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6. 4 മൈനസ് 6 4 മൈനസ് 6 എന്താണ്? -2 ആണ്. നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കുക. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിൽ 2 1 അതേപോലെ 6 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫൈൻഡ് ബി. പെട്ടെന്നിട്ടപ്പോൾ മാറിയതാണേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് നമുക്ക് ഇതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 6. 2 ഇൻറ്റു 3 6 മൈനസ് 1 ഇൻറ്റു 6 6. 6 മൈനസ് 6 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡിറ്റർമിനൻസ് ഓഫ് ഓർഡർ 2 കണ്ടുപിടിക്കാം. ഞാൻ ഇതിൽ നിങ്ങൾക്ക് സെയിം മോഡൽ ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് തരാം. നിങ്ങൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ. -4 2 3 1 ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഫൈൻ ഡിറ്റർമിനൻ്റ് ഓഫ് സി. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.